പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക എന്നറിയാതെ വിഷമിക്കുകയാണ് മീനുവും അതുപോലെ തന്നെ സൂരജും. ഇതേ തുടർന്ന് സൂരജിനോട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും മാർക്കറ്റിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മീനുവിൻ്റെ സ്കൂട്ടറിൽ പോയാൽ മതി നീ. അയ്യോ മുത്തശ്ശി, അതിൻ്റെയൊന്നും ആവശ്യമില്ല. മീനുവിന് അതൊരു ബുദ്ധിമുട്ടാകും. മീനു, നിനക്ക് അതൊരു ബുദ്ധിമുട്ടാണോ? പറ, എനിക്കതിപ്പോൾ അറിയണം. ഇതോടെ മീനു വിട്ടുപോവുകയാണ്. ഏ, അല്ലല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സൂരജ് സാറിന് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ടാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്, അല്ലാതെ എനിക്കെന്ത് പ്രോബ്ലം. സുരേഷ് സാർ കേറിക്കോളൂ, നമുക്ക് ഒരുമിച്ച് മാർക്കറ്റിലേക്ക് പോകാം. ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇതോടെ മുത്തശ്ശി നിർബന്ധിച്ചിരിക്കുകയാണ് മീനുവിൻ്റെ കൂടെ പോകാൻ. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ മുന്നിൽ അവശേഷിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതോടെ മനസ്സിലാക്കിയതിനെ തുടർന്ന് മീനുവിൻ്റെ കൂടെ പോവുകയാണ് ഇപ്പോൾ സൂരജ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് സൂരജ് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. മീനുവിൻ്റെ കൂടെ വരാൻ എനിക്ക് പേടിയാണ് എന്നത് തന്നെ സത്യം. കാരണം നീ ഡ്രൈവ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ആകെ ഭയന്നു പോവുകയാണ്. നിനക്ക് ഡ്രൈവിംഗ് എന്താണ് എന്ന് പോലും അറിയില്ല. അതെ, ജനിച്ച ഒരാൾ എന്നായാലും മരിക്കും. അതുകൊണ്ട് തന്നെ പേടിച്ചു ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. സൂര്യ സാറിന് പേടിയുണ്ടോ എൻ്റെ കൂടെ വരാൻ? മരണത്തെ പേടിയാ? ഏയ്, എനിക്കെന്ത് പേടി? ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിന്നെയൊക്കെ ഭയക്കാനോ? അതും ഈ സൂരജ്. വാ, നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് പോകാം. അവിടെ വെച്ച് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പയ്യെ തിരികെ വരാം. അതുപോലെ ഇതോടെ ഇരുവരും പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ്. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇതേ തുടർന്ന് അവർ തിരികെ വരുമ്പോഴാണ് സുമിത കാണുന്നത്. ഇതോടെ സുമിത പുച്ഛിക്കുകയാണ് അവരെ. ഓ, എല്ലാം കഴിഞ്ഞു വന്നോ? എന്താ, കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെയ്യാൻ പറ്റിയില്ലേ? സന്തോഷമായി കാണും അല്ലേ? ഇതോടെ സൂരജാകെ ചമ്മി നിൽക്കുകയാണ്. എന്താണ് പറയേണ്ടത് എന്ന് സൂരജിനും പിടിയില്ല. ആ, എന്തെങ്കിലും ആകട്ടെ, ഇനിയിപ്പോൾ നാണം കിട്ടു. കൂടുതൽ പറഞ്ഞ് കോളമാക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സൂരജും. ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി ഇന്ദുജ മുന്നിലേക്ക് പോവുകയാണ്. കൊട്ടേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ആ സൂരജിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എൻ്റെ സഹോദരിയെയാണ് എനിക്ക് നഷ്ടമായത്. അതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും. അതിന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ് മാഡം. പറഞ്ഞ തുക നൽകിയാൽ മാത്രം മതി എന്ന് പറയുന്ന അയാൾ ഉടൻ തന്നെ ഒരു മരണവാർത്ത കേൾക്കുന്നതിനായി തയ്യാറായി. മാഡം ഇരുന്നുള്ളൂ. ആ സൂരജ് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ള വാർത്തയായിരിക്കും വരാൻ പോകുന്നത്. ഞാനാണ് ഉറപ്പ് നൽകുന്നത്. എൻ്റെ വാക്കിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. മാഡം ധൈര്യമായി വിശ്വസിച്ച് മുന്നിലേക്ക് പോയിക്കോളൂ. ഇനിയാണ് നമ്മളുടെ നീക്കങ്ങൾ ശക്തമാക്കാൻ പോകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദുജയ്ക്ക്. മാത്രവുമല്ല, ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് അവർ ശഠിക്കുകയാണ്. കൊട്ടേഷൻ വാങ്ങിയവർ ഇതോടെ സൂരജിനെ പിന്തുടർന്നുകൊണ്ട് എത്തുകയും ചെയ്യുന്നു. സൂരജിനെ ആക്രമിച്ച് വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് എങ്കിലും ഭാഗ്യം കൊണ്ട് സൂരജ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ ആക്രമണം സൂരജിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു.
ഈ കാര്യം അറിയാൻ ഇടയാകുന്ന മീനു ആകട്ടെ ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്. ഇതോടെ ശത്രുക്കൾ കൂടെ തന്നെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് മീനുവിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.